കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 19-ാമത്തെ വാക്യം. ശൗലും അവരും ഇസ്രായേലിൽ ഒക്കെയും 7-ാം താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശൗലും അവരും എന്ന് പറഞ്ഞാൽ ശൗലും ദാവീദിന്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ ശൗലിന്റെ സൈന്യവും ഇസ്രായേലിലൊക്കെയും 7-ാം താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 7-ാം താഴ്വര എന്ന് പറയുന്നത് ഒരു മുഖ്യമായ യുദ്ധക്കളമാണ്. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധക്കളത്തിൽ 2 സൈനികൾ മുഖാമുഖം അല്ലേലിയ അണിനിരന്നിരിക്കുകയാണ്. അല്ലേലിയ. അപ്പോൾ സ്തോത്രം, ഒരു വശത്ത് ശൗലും ഇസ്രായേൽ സൈന്യം നിൽക്കുന്നു, മറുവശത്ത് ഫിലിസ്ത്യ സൈന്യം നിൽക്കുക. ആ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെയുള്ള പ്രശ്നസങ്കീർണമായ വിഷയങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവജനം ഒരു യുദ്ധക്കളത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ മറുവശത്ത് ഫെലിസ്ത്യ സൈന്യമുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഏതു വിധത്തിലും ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ ശത്രു പല തന്ത്രങ്ങളുമായി എഴുന്നേൽക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നാം പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥിക്കണം, ദൈവത്തിന് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ഫിലിസ്ത്യ ശക്തികൾ ദൈവസഭയെ, ദൈവജനത്തെ ആക്രമിക്കാൻ വരുമ്പോൾ നാം മൗനമായിരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് പോരാടണമെന്നല്ല, പിന്നെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. 2 സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. 2 സൈന്യം എന്ത് ചെയ്തു? അഭിമുഖമായിട്ട് വന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫെലിസ്ത്യ സൈന്യത്തിൽ നിന്നും ഗോലിയാത്ത് എന്ന മല്ലൻ എഴുന്നേറ്റു എന്ന് കാണാൻ കഴിയും. ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, നിങ്ങൾ ആർക്ക് എന്നോട് അല്ലെങ്കിൽ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിക്കുക. ഇതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായി ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും ഉയരമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശെക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. ഇവൻ വളരെ മല്ലനായ ഒരുവനാണ്, ശക്തനായ ഒരുവനാണ്. അവനെ കാണുമ്പോൾ തന്നെ ഇസ്രായേൽ ഞെട്ടുകയാണ്. ഇസ്രായേലിന് നേതൃത്വം കൊടുക്കുന്ന ശൗലുണ്ട്. ശൗൽ രാജാവാണ്. ശൗൽ രാജാവായിരുന്നിട്ട് പോലും ശൗലിന്റെ മുമ്പിലേക്ക്, അഥവാ സൈന്യത്തിന് മുമ്പിലേക്ക് ഈ മല്ലനായ ഗോലിയാത്ത് അടുക്കുമ്പോൾ അവർ പിന്നോക്കം പോവുകയാണ്. അത്രയ്ക്ക് ശക്തനായി മല്ലൻ ഫെലിസ്ത്യൻ. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നിന്റെ ആത്മജീവിതത്തിനെതിരെ ഒരു മല്ലൻ ഉണ്ട് എന്ന് നീ തിരിച്ചറിയണം. ഏത് വിധത്തിൽ നിന്നെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ മല്ലനായ ഗോലിയാത്തിനെ പോലെ ഈ ലോകത്തിന് ശക്തിയായിരിക്കും സാത്താൻ നിനക്കെതിരെ എഴുന്നേക്കും. പക്ഷെ നീ പരാജയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇവരുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേലിന് ഭയമുണ്ടെങ്കിലും അവർ നേർക്കുനേർ നിൽക്കുക. അവിടെയാണ് ദാവീദ് പ്രത്യക്ഷനാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം ഹല്ലേലൂയ 1 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലും ദാവീദും ഗോലിയാത്തും എന്നുള്ള വിഷയം അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം ഇവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഫെലിസ്ത്യൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തിനെ വിട്ടുതരുവിനെന്ന് പറഞ്ഞു. ഫിലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ ഭ്രമിച്ചു, ഏറ്റവും ഭയപ്പെട്ടു. അപ്പം മല്ലന്റെ ഈ ഗോലിയാത്തിന്റെ വാക്കുകൾക്ക് മുമ്പില്
ശൗലും സൈന്യവും ഇസ്രായേലും ഒക്കെ ഭയപ്പെടുക, ഭ്രമിച്ചു പോയെന്നാ. അല്ലേ? എന്നാൽ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 12 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്ന് പേരുള്ള ഒരു എഫ്രാത്യന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് ചെന്ന് വൃദ്ധനായിരുന്നു. ഇശായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാവും അവന്റെ അനുജൻ അബീനാദാബും മൂന്നാമത്തെ ശമയുമായിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളവൻ. മൂത്തവർ മൂവരും ശൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് തന്റെ അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫിലിസ്ത്യൻ 40 ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു നിന്നു. ഈ ഫിലിസ്ത്യൻ എന്താ ചെയ്യുന്നത്? 40 രാവും പകലും മുടങ്ങാതെ മുമ്പോട്ട് വന്നതെന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുക. അപ്പൊ ഈ സമയത്ത് ദാവീദിന്റെ അപ്പനായിരിക്കുന്ന ഇശായി ദാവീദിനോട് പറയുന്നൊരു ഭാഗമാണ് 1 ശമൂവേലിന്റെ പുസ്തകം 17 തൊട്ട് നാം വായിച്ച ഭാഗങ്ങളിലേക്ക് വരും കാണുന്നത്. ഇശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കാം. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും എന്ന് പറഞ്ഞാൽ ശൗലും ഇശായിയുടെ മക്കളും ഇസ്രായേൽ ജനമൊക്കെയും 7-ാം താഴ്വരയിൽ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നു. ഇശായി തന്റെ ഇളയ മകനായിരിക്കുന്ന ദാവീദിനെ പറഞ്ഞ് അയച്ച ഭാഗം വായിച്ച് അല്ലേ? ഇവിടെ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ശമൂവേൽ അല്ലേ സ്തോത്രം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന കാലത്ത് ഫിലിസ്ത്യർ ആക്രമണത്തിനായി മുന്നോട്ട് വന്നിരുന്നില്ല. ശമൂവേലിന്റെ കാലഘട്ടത്തിൽ ഒരിക്കലും ഫിലിസ്ത്യൻ എഴുന്നേൽക്കും ഇസ്രായേലിനെ പടപൊരുതാൻ അവർ തയ്യാറായിട്ടില്ല. അല്ലേ? എന്നാൽ അനുസരണക്കേട് കാണിച്ച് ശൗലിനെ വിട്ട് അല്ലേ ശമൂവേൽ രാമയിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഫിലിസ്ത്യർ ഇസ്രായേലിന് നേരെ ആക്രമണത്തിനൊരുങ്ങുകയാണ്. ശൗലിനെ യഹോവയായ ദൈവത്തിന്റെ നിയോഗപ്രകാരം കൽപ്പനപ്രകാരം അല്ലേലൂയ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്ത ശൗലിനെ. പക്ഷെ ശമൂലിന്റെ അനുസരണക്കേട് നിമിത്തം അല്ലേലിയ ശമൂൽ എന്ത് ചെയ്തു? ശൗലിനെ വിട്ട് രാമിലേക്ക് പോകുന്നു. ആ വാർത്ത അറിഞ്ഞ ഫിലിസ്ത്യൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറാകുന്നു. നമ്മൾ ആ ഭാഗത്തുനിന്ന് പഠിക്കേണ്ട കാര്യം, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അനുസരണക്കേട് എപ്പോൾ ജീവിതത്തിൽ വരുന്നോ അപ്പോൾ അവിടെ സാത്താൻ എഴുന്നേക്കും. ഒരു ദൈവഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കണം, നടത്തുന്നവരെ അനുസരിക്കണം. ദൈവത്തെ അനുസരിച്ച് നടത്തുന്നവരെ അനുസരിക്കാതെ എപ്പോൾ നാം ദൈവത്തിന് അകന്നു മാറുന്നോ അല്ലേലൂയ, അവിടെ ശത്രുവിന്റെ വലിയ പോരുകൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ ആമേൻ ഉണ്ടാകും. ഒരു യുദ്ധക്കളത്തിൽ എന്ന പോലെ നാം ചെന്ന് ആമേൻ ചാടേണ്ടി വരും. അല്ലേലൂയ, രക്തം ചെയ്യാം. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മ അനുസരണക്കേടിലേക്ക് പോകരുത്. ശൗലിനെ പോലെ അനുസരണക്കേട് ജീവിതത്തിൽ വന്നാൽ അത് നിന്റെ ഭാവിയെ ബാധിക്കും. ഈ തലമുറയോട് പറയട്ടെ, അത് നിന്റെ കുടുംബത്തെ ബാധിക്കും. അപ്പം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ, ദൈവത്തോട് അനുസരണമില്ലായ്മ കാണിച്ചാൽ, ഇസ്രായേലിന് നേരെ ഫിലിസ്ത്യ സൈന്യം എഴുന്നേറ്റതുപോലെ നിന്നെ നിന്റെ കുടുംബത്തിന് നേരെ പിശാച് എഴുന്നേൽക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ദൈവഭക്തന്മാരുടെ അനുസരണക്കേട് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. സഭയെ നയിക്കുന്ന സഭയുടെ ഇടയൻ അഥവാ സഭയുടെ ഉപദേശി, സഭയുടെ പാസം, അല്ലെ സഭയെ നയിക്കുന്ന പുരോഹിതന്മാർ, അവർ വിശ്വാസികളോട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നേരായ പാതയിലൂടെ, വിശ്വാസത്തിലൂടെ, പ്രത്യാശയിലൂടെ, വിശുദ്ധിയിലൂടെ സഭയിൽ നിങ്ങൾ ജീവിക്കണം, ജീവിതത്തിൽ നിങ്ങൾ വെളിപ്പെടണം, കുടുംബത്തിൽ അത് അനുഭവം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അവർ സഭയ്ക്ക് നേരെ വാളെടുക്കും, പ്രശ്നമുണ്ടാക്കും.
ആ പ്രശ്നത്തോടു കൂടി എന്താണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ കുടുംബത്തിൽ ഫിലിസ്ത്യ സൈന്യം അഥവാ സാത്താന്യ ശക്തി എഴുന്നേൽക്കുക. സഭയ്ക്കൊരു ദോഷവും വരുന്നില്ല. സഭയിലെ ഇടയനോ സഭയിലെ പുരോഹിതനോ സഭയിലെ ഉപദേശിക്കോ ദോഷം വരുന്നില്ല. സഭയ്ക്ക് നേരെ എഴുന്നേൽക്കുന്നവന്റെ കുടുംബത്തിനകത്ത് ശത്രു ആക്രമണം അഴിച്ചുവിടും. ഹല്ലേലൂയ. അത് നാം തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. സഭയെ തകർക്കുവാൻ ഒരു ഭക്തനെ കൊണ്ട് കഴിയത്തില്ല, ഒരു വിശ്വാസിയെ കൊണ്ട് കഴിയത്തില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന്. അപ്പം ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. അതിനെ തകർക്കുവാൻ ഒരു പാതാള ഗോപുരങ്ങൾക്കും കഴിയില്ല. അനുസരണക്കേട് ശൗലിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ശൗലിനും ഇസ്രായേലിനും വലിയ ഭ്രമം. ഫിലിസ്തീൻ എഴുന്നേറ്റ് ആക്രമിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, പുരാതന കാലങ്ങളിൽ രണ്ട് വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ വിജയം ഇരുഭാഗത്തു നിന്നുള്ള ഓരോരുത്തരുടെ ദന്തയുദ്ധത്തിൽ ജയിക്കുന്നവന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന പതിവ് അന്ന് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. പ്രൈസറോ. അപ്പൊ തോൽക്കുന്ന ആളുടെ ഭാഗത്തുള്ളവരെല്ലാം ജയിച്ച ആളുകളുടെ വശത്തുള്ളവർക്ക് അടിമയായി തീരുക എന്നതായിരുന്നു വ്യവസ്ഥ. അങ്ങനെയാണ് ഫിലിസ്ത്യരുടെ ഭാഗത്തു നിന്നും ഗോലിയാത്ത് എന്നൊരു മല്ലൻ മുമ്പോട്ട് വന്ന് ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിച്ചത്. ഹല്ലേലൂയ. അപ്പം ഗോലിയാത്ത് മുന്നോട്ട് വന്ന് ഇസ്രായേലത്തെ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനമായി ഈ ഫിലിസ്ത്യൻ വെല്ലുവിളിച്ചുകൊണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നോട് യുദ്ധം ചെയ്യുവാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അവൻ യഹോവയെ പരിഹസിച്ചു. ഹല്ലേലൂയ. യഹോവയെ പരിഹസിച്ചു. അപ്രകാരം 40 ദിവസം കടന്നുപോയി. എങ്കിലും ഇസ്രായേൽ ഒരുവൻ പോലും ധൈര്യപൂർവം അവരോട് എതിർത്തൊന്ന് യുദ്ധം ചെയ്യുവാൻ മുമ്പോട്ട് വന്നില്ല. 40 ദിവസം ഇവൻ വെല്ലുവിളിച്ചിട്ടും, ദിനം മുടങ്ങാതെ വെല്ലുവിളിച്ചിട്ടും ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഒരുവൻ പോലും മുമ്പോട്ട് വരികയോ ഈ മല്ലനായ ഗോലിയാത്തിന് നേരെ പടയ്ക്ക് അണിനിരക്കുവാനോ തയ്യാറായില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഒടുവിൽ ദാവീദ് 7-ാം താഴ്വരയിലേക്ക് വന്ന് കല്ലും കവിടയും എടുത്ത് ഗോലിയാത്തിനെതിരെ പൊരുതുവാൻ തയ്യാറാകുക. സ്തോത്രം. ആ ഭാഗത്തൊന്നും വായിക്കുമ്പോൾ ഇപ്പം നേതാവായ ശൗലിന്റെ ഭയം ഇസ്രായേൽ ജനത്തിന്റെ ആത്മവീര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ശൗലാണ് നേതാവ്, രാജാവ്. ശൗലിന്റെ ഭ്രമം എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തിന്റെ ആത്മവീര്യം കെടുത്തി കളഞ്ഞു. ഈശ്വരോ. ഹല്ലേലൂയ. അപ്പം ഫെലിസ്ത്യനോട് ഫെലിസ്ത്യ മല്ലനോട് അംഗം പൊരുതുവാൻ പ്രാപ്തനായ ഒരു യോദ്ധാവിനെ സ്വന്തം സൈന്യത്തിൽ കണ്ടെത്തുവാൻ ശൗലിന് കഴിഞ്ഞില്ല. എത്ര പരാജയമാണെങ്കി. ശൗലിന്റെ കൂടെ ദാവീദിന്റെ സഹോദരന്മാർ 3 പേരടക്കം ഇസ്രായേലിനെ ഒക്കെയും 7-ാം താഴ്വരയില് ഫിലിസ്ത്യരോട് പടയ്ക്ക് അണിനിരന്ന് നിൽക്കുമ്പോൾ ഫിലിസ്ത്യൻ മല്ലൻ 40 ദിവസം മുമ്പോട്ട് വന്ന് ഇസ്രായേലത്തെ വെല്ലുവിളിക്കുമ്പോൾ, യഹോവയെ പരിഹസിക്കുമ്പോൾ അവനെതിരെ നിർത്തുവാൻ ശൗലിന് ഇസ്രായേലത്തിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്താണ്? ശൗലിന്റെ അനുസരണക്കേട് നിമിത്തം ദൈവകോപം അവന്റെ മേലുണ്ടെന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന എന്നെ കേൾക്കുന്ന സ്നേഹിത, നിനക്ക് നേരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ, നിന്റെ കുടുംബത്തിന് ശത്രു എഴുന്നേൽക്കുമ്പോൾ, നിന്റെ തലമുറയ്ക്ക് നേരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ, നിന്റെ ബിസിനസ്, നിന്റെ ജോലിക്ക് നേരെ, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ പിശാച് എഴുന്നേൽക്കുമ്പോൾ, ശത്രു എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നീ പരാജയപ്പെട്ടു പോകാതെ അവിടെ നീ ജയം പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തിന് ശക്തമായി ഉറപ്പോടെ വിശുദ്ധിയോടെ ജീവിക്കണം. ശൗലിനെ പോലെ അനുസരണക്കേട് നീ കാണിച്ചാൽ അത് നിനക്ക് പരാജയമായി മാറും. ഹല്ലേലൂയ. അതാണ് ഇസ്രായേൽ ജനത്തിൽ ഒരുവനെ ഈ മല്ലനായ ഗോലിയാത്തിന് മുമ്പിൽ നിർത്തുവാൻ ശൗലിന് കഴിഞ്ഞില്ല. ശൗലിന് ഭയമായി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ആ സമയത്താണ് യുവാവായ ദാവീദിന്റെ വരവ്. ഇസ്രായേൽ പരാജയത്തിന്റെ നിലവിലാണ് യുവാവായ ദാവീദിന്റെ വരവ്. ദാവീദ് ശൗലിനെ തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് താൻ ഒരു കരടിയും സിംഹത്തെയും കൊന്ന് തന്റെ ആടുകളെ സംരക്ഷിച്ചുള്ള പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് ദാവീദ് ശൗലിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് സ്തോത്രം. അതിലൊരു വേദപുസ്തകം പറയുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം
17 അതിന്റെ 31 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫിലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലൻ അത്രേ, അവനു ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു എന്നുള്ള ആ സംഭവം ദാവീദ് ശൗലിനോട് പറയാ. വീണ്ടും ദാവീദ് പറയുന്നത്, അല്ലെങ്കിൽ സ്തോത്രം, അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ചടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയും കൊന്നു. ഈ അഗ്രകർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുന്നതുകൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും അല്ലേ എന്ന് പറയാം. അപ്പൊ സിംഹത്തെയും കരടിയും കൊന്ന പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ കൊന്ന ആമിനെ അതിനുള്ള ആ തഴക്കമുള്ള, ധൈര്യമുള്ള ആടുകളെ വിടുവിച്ചു എടുത്ത ദാവീദ് പറയുന്നത്, ഈ ഫെലിസ്ത്യ മല്ലിനെ തനിക്ക് തകർക്കാൻ കഴിയുമെന്നാണ് അല്ലേ. ദാവീദ് പിന്നെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശൗല് പറയാ, നീ ചെല്ലാൻ. അപ്പൊ 40 ദിവസം വെല്ലുവിളി നിൽക്കുന്നതിനിടയിൽ ശൗലും സൈന്യവും പരാജയപ്പെട്ട് ഭ്രമിച്ചു നിൽക്കുമ്പോൾ അതിനിടയിലാണ് യുവാവായ ദാവീദ് വന്ന്, ഈ ഫിലിസ്ത്യ മാലനോട് നേരിടുവാൻ എനിക്ക് കഴിയും, സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച യഹോവ അല്ലെങ്കിൽ എന്നെ ഈ ഫിലിസ്ത്യ മല്ലന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും, ഞാൻ ഈ ഫിലിസ്ത്യ മല്ലനെ തകർക്കും, അവനെ തോൽപ്പിക്കുമെന്ന ദാവീദിന്റെ തീരുമാനം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ദൈവവചനം പലവിധമായ മെസ്സേജുകളിലൂടെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് പകൽ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദാവീദിനെ പോലെ നല്ലൊരു ചുറുചുറുക്കുണ്ടായിരിക്കണം. പ്രൈസോ. ദാവീദിനെ പോലെ നല്ലൊരു ചുറുചുറുക്കുണ്ടായിരിക്കണം. ദാവീദിനെ പോലെ നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. പ്രൈസോ. ആത്മധൈര്യമാണ് നമുക്ക് ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. ശൗലിനെ പോലെ ജീവിതം തളർന്നു പോയാൽ, ക്ഷീണിച്ചു പോയാൽ, ശൗലിനെ പോലെ ഭ്രമിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ശത്രുവിനോട് നേരിട്ട് നിൽക്കുവാൻ കഴിയത്തില്ല, പൊരുതുവാൻ കഴിയത്തില്ല. ശത്രുവിനെ ജയിക്കണമെങ്കിൽ ആത്മധൈര്യം ഈ കാലഘട്ടത്തിൽ ദൈവഭക്തന്മാർക്ക് ആവശ്യമാണ്. നാം നിൽക്കുന്ന കോളത്തിൽ, നാം നിൽക്കുന്ന ദേശത്ത്, നാം നിൽക്കുന്ന രാജ്യത്തിനകത്ത് ദൈവസഭയെ ആക്രമിക്കുവാൻ, ദൈവജനത്തെ, ദൈവഭക്തന്മാരെ ആക്രമിക്കുവാൻ ഫിലിസ്ത്യ മല്ലന്മാർ നാളുകളായി എഴുന്നേറ്റിരിക്കുക. അവർ അനവധി ദൈവ മക്കളെ, ക്രൈസ്തവ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ദാവീദിനെ പോലെയുള്ള യുവാക്കളെ ദൈവത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ മുമ്പോട്ട് വന്ന് ശത്രുവിനോട് പൊരുതി സാജനത്തെ രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ദാവീദുമാരെ ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവം സഭയ്ക്കകത്ത് ചില യൗവനക്കാരെ ശക്തമായ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുന്ന കാണാൻ കഴിയും. മുമ്പ് കാലത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ദൈവസനെ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന അനവധി ഭക്തന്മാരെ, യുവതലമുറയെ ദൈവം പുതിയ നിയോഗം കൊടുത്ത്, പുതിയ ദർശനം കൊടുത്ത്, വെളിപ്പാട് കൊടുത്ത്, ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളാലും നിറച്ച് ആത്മശക്തിയോടെ മേൽ പകർന്നിട്ട് ഇസ്രായേൽ ജനത്തിനെതിരെ വെല്ലുവിളിച്ച് ഫെലിസ്ത്യനെ നേരിടുവാൻ ദാവീദ് എഴുന്നേറ്റതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ദൈവസഭയ്ക്ക് നേരെ എഴുന്നേൽക്കുന്ന ഹല്ലേലൂയ ശത്രുവിനെതിരെ പോരാടുവാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ലോകമെമ്പാടും ആത്മീയതയുടെ ഒരു ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ലോക രാജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ആമേൻ. ശത്രുവിന് പോരാട്ടം ദൈവസഭയോടാണ്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടാണ്, ക്രൈസ്തവ സമൂഹത്തോടാണ് പിശാച് പോരാടുന്നത്. അതിനെതിരെ ദാവീദിനെ പോലെയുള്ളവരെ ഇവിടെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് സ്വതം ഹല്ലേലൂയ. ദാവീദ് പറയുക, അല്ലെ, ദാവീദ് ശൗലിനോട് തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് താൻ കരടിയെയും സിംഹത്തെയും കൊന്ന് തന്റെ ആടുകളെ സംരക്ഷിച്ചുള്ള പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ്. പ്രേസർ. പക്ഷേ ഫിലിസ്ത്യൻ ദാവീദിനെ കണ്ടപ്പോൾ ദാവീദിനെ പരിഹസിക്കുക.
ഫിലിസ്തീൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ശമൂവേൽ പുസ്തകം 17:43 തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഫിലിസ്തീൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്തീൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ദാവീദിനെ കണ്ടപ്പോ ഈ ശൗലിനങ്ങോട്ട് ദാവീദിനെ കണ്ടു കഴിഞ്ഞപ്പോ ഈ മലനായ ഗോലിയാത്തിന് ലുലിയ അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. കാരണം ശൗലിന്റെ കൂട്ടത്തിൽ അതുവരെ ഉണ്ടായിരുന്നവർക്കാർക്കും ഈ ഗോലിയാത്തിന് നേരെ നിൽക്കുവാൻ കഴിയാതിരുന്നപ്പോഴാണ് ശൗലിന്റെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരു പുറപ്പെട്ടിരുന്നത് ദാവീദ്. ആ ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീൻ ചോദിക്കുക, ഞാനൊരു നായയാണോ നീ എന്റെ നേരെ വരാൻ? വടിയും സ്തോത്രം ഒക്കെ ആയിട്ട് വരാൻ. അപ്പം ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയായി. അപ്പൊ ഫിലിസ്തീൻ പറഞ്ഞ അതേ വാക്കുകൾക്ക് തിരിച്ചടി കൊടുക്കുക ദാവീദ്. ഹല്ലേലൂയ. ഫിലിസ്തീനായിരിക്കുന്ന മല്ലൻ ദാവീദിനോട് പറഞ്ഞ ഭീഷണിയുടെ വാക്കുകൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുന്ന ദാവീദിനെ കാണാൻ കഴിയും. ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യം, എന്നെ കേൾക്കുന്ന ശത്രു നിന്റെ നേരെ എഴുന്നേറ്റ് നിനക്കെതിരെ കൊഞ്ഞനം കുത്തി കാണിക്കുമ്പോൾ, ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറയുമ്പോൾ, നീ അത് കണ്ട് ഓടിപ്പോകരുത്. നീ അതേ നാണയത്തിൽ നീ തിരിച്ചു പറയാൻ നിൽക്കണം. അതേ നാണയത്തിൽ നീ തിരിച്ചടിക്കണം. നീ തിരിച്ച് പ്രതികരിക്കാത്തത്, നീ തിരിച്ചു പറയാത്തത് കൊണ്ടാണ് ശത്രു നിന്നെ ഓടിക്കുന്നത്. ഇവിടെ ദാവീദിനെ ഓടിക്കാൻ കഴിയത്തില്ല. ദാവീദ് എല്ലാ ശക്തിയും സംഭരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആത്മീയജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഈ യുദ്ധക്കളത്തിൽ മുന്നേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയ സാധ്യത ഉണ്ടായിരിക്കണം. ശൗലിനെ പോലെ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന് അകന്നു പോയാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ല. എന്നാൽ ദാവീദിനെ പോലെ ദൈവത്തെ അനുസരിച്ചും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ, എവിടെയും നമുക്ക് വിജയം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ കരടിയാകുന്ന ജഡത്തെയും സിംഹമാകുന്ന സാത്താനെയും ജയിക്കുന്നവന് പിന്നെ ആരെയും പേടിക്കാനില്ല. ഇവിടെ ദാവീദ് പറയാണ്, കരടി ആകുന്ന ജഡത്തെ സിംഹമാകുന്ന സാത്താനെ ജയിക്കുന്നവന് ഈ ലോകത്തിൽ പിന്നാരെയും പേടിക്കാനില്ലെന്ന്. അപ്പം ആ ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പൊ ദാവീദിന്റെ കയ്യിലെ 5 കല്ലുകളെ കുറിച്ച് ഒരുപാട് മെസ്സേജ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 1-2 കാര്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. അപ്പൊ 5 കല്ലുകളെ കുറിച്ച് അവിടെ ചിന്തിക്കുമ്പോൾ ലലിയ, 1, വിജയത്തിന് ലലിയ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. 2, നല്ല വില കൊടുക്കാൻ തയ്യാറാകണം. 3, നന്നായി ആസൂത്രണം ചെയ്യണം. 4, ഉറച്ച ലലിയ വിശ്വാസം ആർജിക്കണം. 5, ലക്ഷ്യത്തിലേക്ക് ശക്തമായി എറിയണം. ഇതാണ് ദാവീദിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു നല്ല സമർപ്പണം. തന്റെ കയ്യിലെ 5 കല്ലുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലേ, ഇപ്പം ഗോലിയാത്തിന്റെ 4 സഹോദരന്മാരെ കൂടി കൊന്നതായി 2 ശമൂവേലിന്റെ പുസ്തകം 21:18 തൊട്ട് 22 വാക്യങ്ങളിൽ വായിച്ചാൽ കാണാൻ കഴിയും. ബാക്കി വന്ന 4 കല്ലുകൾ ഗോലിയാത്തിന്റെ സഹോദരന്മാരെ മുടിക്കാൻ അന്ന് ഉപയോഗിച്ചില്ല എന്ന് അവിടെ കാണുന്നുണ്ട് അല്ലേ. അതിനാൽ അവർ പിന്നെ ദാവീദിന് വിനയായെങ്കിലും ദൈവം വിടുവിച്ചു. ദൈവം തന്റെ ജനത്തെ രക്ഷിക്കാൻ ആയുധത്തിന് ആവശ്യമില്ല.
പിന്നെയും ഫെലിസ്ത്യർ ദാവീദിന് വിനയായെങ്കിൽ എന്ത് ചെയ്തു? ദാവീദിനെ ദൈവം രക്ഷിക്കുക. ദൈവജനത്തിന് സംരക്ഷണം നൽകുവാൻ ദൈവത്തിന് ആയുധത്തിന്റെ ആവശ്യമില്ല. ദൈവജനത്തിന് ആയുധത്തിന്റെ ആവശ്യമില്ല. ദൈവജനത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് തന്നെ ജനത്തെ രക്ഷിക്കുവാൻ ആയുധം ആവശ്യമില്ല. ദാവീദ് പുത്രനായ ക്രിസ്തു സാത്താന്റെ തലയെ തകർത്തത് പോലെ, ഹല്ലേലൂയ, ശത്രുവിന്റെ തലയെ തകർക്കുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥന മതി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഗോലിയാത്ത് വീണു, ജനം പാടി നമ്മുടെ ശത്രു വീണുവെന്ന. ഗോലിയാത്ത് ദാവീദിന്റെ ആമലേക്ക് ആ ഈറിന് താഴെ വീണു, ജനം പാടി ഹല്ലേലൂയ, ആമേൻ, ഗോലിയാത്ത് വീണുവെന്നാണ്. ശത്രു വീഴുക തന്നെ ചെയ്യും. നിനക്കും നിന്റെ കുടുംബത്തിനും, നിനക്കും നിന്റെ സഭയ്ക്കും, നിനക്കും നിന്റെ വിശ്വാസത്തിനും, നിനക്കും നിന്റെ തലമുറയ്ക്കെതിരെ ശത്രു എഴുന്നേറ്റാൽ നീ ശക്തമായി പ്രാർത്ഥിച്ചാൽ ശത്രു നിന്റെ മുമ്പിൽ വീഴും. ശത്രുവിന് നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ദാവീദിനെ പോലെ ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവസേനയിൽ ആമേൻ നിൽക്കുമ്പോഴാണ് ഈ ആത്മീയ യുദ്ധക്കളത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം വേദപുസ്തകത്തിൽ പല പല യുദ്ധങ്ങൾ കാണാം. ചില യുദ്ധങ്ങൾ ആമേൻ സ്തോത്രം അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കാണാം. ചില യുദ്ധങ്ങൾ കണ്ണുകളാൽ കാണുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഏദൻ തോട്ടം ഒരു യുദ്ധക്കളം എന്ന കാര്യം ആദാം അറിഞ്ഞില്ല. അല്ലേ? ഏദൻ തോട്ടം ഒരു യുദ്ധക്കളമാണെന്ന് ആദാം അറിഞ്ഞില്ല. ഏദൻ തോട്ടത്തിൽ അവൻ കാവൽ നിർത്തിയില്ല. ഏതോ നിസാരമായി കരുതി. ആദാമ ഏദൻ തോട്ടത്തെ ഏതോ നിസാരമായി കരുതി. ഹല്ലേലൂയ. ആകയാൽ സാത്താൻ പാമ്പിലേക്ക് പ്രവേശിച്ച് ഹവ്വയെ വഞ്ചിക്കുവാനായി അവൻ തോട്ടത്തിനകത്ത് പ്രവേശിച്ചു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിനുള്ളിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടം ഒരു യുദ്ധക്കളമാണെന്നും അവിടെ കാവൽ വേണമെന്നും ഒക്കെ ആദാം തിരിച്ചറിയാതെ പോയതുകൊണ്ട് തന്ത്രശാലിയായിരിക്കുന്ന സാത്താൻ തോട്ടത്തിൽ പ്രവേശിച്ച്, ഹല്ലേലൂയ, പാമ്പിലേക്ക് പ്രവേശിച്ച് ഹവ്വയെ വഞ്ചിച്ചു. അത് മുഖാന്തരം എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം, ലോകത്തിലേക്ക് പാപം വന്നു, ശാപം വന്നു. ഹല്ലേലൂയ, സ്തോത്രം, വ്യാധി വന്നു, മരണം വന്നു. മനുഷ്യന് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു. നിസ്സഹായകനായി മനുഷ്യൻ, ഹല്ലേലൂയ, ആമേൻ, നിൽക്കേണ്ടി വന്നു. തോട്ടത്തിനകത്ത് സാത്താൻ പ്രവേശിപ്പാൻ അവസരം കൊടുത്തപ്പോൾ മനുഷ്യന്റെ ജീവിതം എന്താണ്? പരാജയം. പാപവും ശാപവും വ്യാധിയും മരണവും ദൈവ സാന്നിധ്യവും നഷ്ടപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സാത്താൻ നിന്റെ കുടുംബത്തിൽ പ്രവേശിപ്പാൻ നീ ഇടം കൊടുക്കരുത്. ഏദൻ തോട്ടത്തിലേക്ക് പിശാച് പ്രവേശിച്ചതുപോലെ ഇവിടെ പുതിയ നിയമസഭയോട് പറയട്ടെ, ദൈവസഭയ്ക്കകത്തും നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങളുടെ ആത്മജീവിതത്തിനകത്തും സാത്താൻ പ്രവേശിപ്പാൻ നീ ഇടം കൊടുക്കരുത്. നീ ഒരു യുദ്ധക്കളത്തിലാ. ഹല്ലേലൂയ. യുദ്ധക്കളത്തിൽ നീ ആയിരിക്കുന്നിടത്തോളം കാലം നിനക്കും നിന്റെ ജീവിതത്തിനും, നിനക്കും നിന്റെ കുടുംബത്തിനും, നിനക്കും നിന്റെ സഭയ്ക്കും സംരക്ഷണമായി ദൈവിക ദൂതന്മാരുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്റെ ആത്മജീവിതത്തെയും സഭയും നിന്റെ കുടുംബത്തെ നീ നിസ്സാരമായി കണ്ട് നീ മുന്നോട്ട് യാത്ര ചെയ്താൽ ഈ കൗശലക്കാനായിരിക്കുന്ന സാത്താൻ, തന്ത്രശാലിയായി സാത്താൻ നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിലും നിന്റെ തലമുറയിലേക്ക് പ്രവേശിക്കും. അവൻ തകർക്കുവാൻ പദ്ധതി കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങളുടെ ആത്മീയജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ. ഏതു വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ തോണ്ടാൻ പിശാച് തന്ത്രം കഴിയും. പക്ഷെ നീ അവിടെ തളർന്നു പോകരുത്. ഹല്ലേലൂയ. നീ അവിടെ തളർന്നു പോകാതെ ശത്രുവിന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിഞ്ഞിട്ട് പ്രാർത്ഥനയാൽ അവന്റെ ആ തന്ത്രത്തെ നീ തകർത്ത് കളയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ രക്തമണ്ഡലം അദൃശ്യമായ ഒരു യുദ്ധക്കളമാകുന്നു. നമ്മുടെ ശരീരത്തിലെ രക്തമണ്ഡലം, ഹല്ലേലൂയ, അദൃശ്യമായ, ഹല്ലേലൂയ, ഒരു യുദ്ധക്കളമാകുന്നു. എങ്ങനെയോ അകത്തേക്ക് കടക്കുന്ന രോഗാണുക്കൾ രക്തത്തിലുള്ള ശേതാണുക്കളോട് യുദ്ധം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കൾ, ഹല്ലേലൂയ, രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം, നമ്മളോട് യുദ്ധം ചെയ്യും. ഹല്ലേലൂയ.
നമ്മുടെ ഉള്ളിലുള്ള ശേതാണുക്കളോട് യുദ്ധം ചെയ്യും. രോഗാണുക്കൾ ജയിച്ചു കഴിഞ്ഞാൽ വ്യാധികൾ നമ്മെ പിടിക്കും. അപ്പൊ എവിടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തമണ്ഡലം അദൃശ്യമായ യുദ്ധക്കളമാണ്. എങ്ങനെയോ അകത്തേക്ക് കിടക്കുന്ന രോഗാണുക്കൾ രക്തത്തിലുള്ള ശേതാണുക്കളോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ശേതാണുക്കളോട് യുദ്ധം ചെയ്ത് രോഗാണുക്കൾ ജയിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യാധികൾ പിടിപെടാൻ തുടങ്ങും. പ്രൈസറും അതേസമയം ശേതാണുക്കൾ ജയിച്ചു കഴിഞ്ഞാൽ അഥവാ ശേതാണുക്കൾ ജയിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ നിനക്ക് ജീവിക്കാനും കഴിയും. അപ്പൊ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കൾ നിന്റെ ഉള്ളിലെ ശേതാണുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിൽ ശേതാണുക്കൾ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ കഴിയും. രോഗാണുക്കളെ തകർക്കുവാനുള്ള പ്രതിരോധമാണ് നിനക്ക് ആവശ്യം. ഹല്ലേലൂയ. ഒരു രോഗാണുക്കളെ തകർക്കുവാനുള്ള പ്രതിരോധം നിനക്ക് ആവശ്യമാകണമെങ്കിൽ ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധി ഉറപ്പോടെ ഉറച്ചിരുന്ന് ദൈവസന്നിധി വിശുദ്ധിയോടുകൂടി നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കൾ നിന്റെ ഉള്ളിലുള്ള ശേതാണുക്കളോട് യുദ്ധം ചെയ്ത് നിന്നെ തകർക്കാതെ, നിന്നെ വ്യാധിയിലേക്ക് മാറ്റാതെ, നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നിന്റെ ഉള്ളിൽ ശേതാണുക്കൾ രോഗാണുക്കളെ തകർത്ത് നീ ആരോഗ്യത്തോടെ നിൽക്കും, രക്തം ചെയ്യും. അതുകൊണ്ട് തകർന്നു പോകരുത്. ആത്മജീവിതം വളരെ വില കൊടുക്കേണ്ടതാണ്. ആത്മജീവിതം എന്ന് പറഞ്ഞ് വളരെ വില കൊടുത്ത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ശൗലിനെ പോലെ അനുസരണക്കേട് കാണിച്ചാൽ, മാന്യനായ ഗോലിയാത്ത് സാഹചര്യത്തെ 40 ദിവസം വെല്ലുവിളിച്ചതുപോലെ നിനക്കെതിരെ ശത്രു എഴുന്നേക്കും. രോഗാണുക്കൾ നിന്റെ ആത്മജീവിതത്തെ പോരാടി തകർക്കുവാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നീ ദൈവസന്നിധിയിൽ നിൽക്കണം, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. അനുസരണം എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കണം. അല്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അനുസരണത്തോടെ ദൈവസഭയ്ക്ക് വിധേയപ്പെട്ടു പോകുമ്പോഴാണ്, ദൈവത്തിന് വിധേയപ്പെട്ടു വചനം അനുസരിച്ച് പോകുമ്പോഴാണ് ശത്രുവിനെ ജയിപ്പാൻ നിങ്ങൾ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഫെരിസ്യ സൈന്യത്തെ പോലെ ചില സാത്താന്യ ശക്തികൾ നിന്റെ ആത്മജീവിതത്തെ പോരാടും. അല്ലേ? ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ദൃശ്യമായ യുദ്ധക്കളമായി ആദ്യം വരുന്നത് ദൃശ്യമായി ഈ യുദ്ധക്കളവുമായി ആദ്യം വരുന്നത് ഉപ്പുകടലാകുന്ന സദ്യൻ താഴ്വരയാകുന്നു എന്ന ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അല്ലേരിയ. ശീന രാജാവായ അമ്രാഫിൽ ഏലാസർ രാജാവായ അയോക്ക്, ഏലാൻ രാജാവായ കെദാർലയോൻ എന്ന് വായിക്കാൻ കഴിയും. പിന്നെ ബേര, ഗോമേരെ രാജാവായ ബിർഷ എന്നിവരോട് യുദ്ധം ചെയ്ത് ഇവരെല്ലാവരും സിദ്ദിൻ താഴ്വരയിൽ ഒന്നിച്ചുകൂടിയെന്ന അല്ലേരിയ ആ ഭാഗത്ത് കാണാൻ. എന്ന് പറയുന്ന ദൃശ്യമായ യുദ്ധക്കളത്തിൽ നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേരിയ. ഇന്ന് നിങ്ങൾ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കും, നിങ്ങൾ തിരിച്ചറിയണം. അന്ന് ദൃശ്യമായ യുദ്ധക്കളം പുറപ്പെട്ടു വന്നവരെ, അന്ന് ദൃശ്യമായ യുദ്ധക്കളം വെളിപ്പെട്ടതുപോലെ ഇന്നും ദൃശ്യമായ രീതിയിൽ ചില യുദ്ധക്കളങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ചില അധികാരികളുണ്ട്, അതിൽ ചില നേതാക്കന്മാരുണ്ട്. അവർ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുമ്പോൾ അല്ലേലൂയ അതിനെ ജയിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇന്ന് നിങ്ങൾ ഒരു യുദ്ധക്കളത്തിൽ നിങ്ങളോട് എതിർത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ശത്രുവുണ്ട്. അവനാണ് ലൂസിഫർ എന്ന് പറയുന്ന സാത്താൻ. ദൈവജനത്തോട് എതിർത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന, ദൈവജനത്തോട് എതിർത്ത് നിന്ന് അവനെ തകർക്കാൻ ശ്രമിക്കുന്ന, ദൈവമക്കളുടെ കുടുംബത്തെയും തലമുറയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ലൂസിഫർ എന്ന് പറയുന്ന സാത്താന്റെ പദ്ധതിയെ നിന്നിൽ നിന്നും നിന്റെ കുടുംബത്തിൽ സഭയും തുടച്ചു മാറ്റണം. അതിന് നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം, സമർപ്പണമാണ്, വിശുദ്ധിയാണ് ആവശ്യം. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് സാത്താൻ അവന്റെ പിന്നിൽ ആകാശ മണ്ഡലത്തിലുള്ള ദുഷ്ടാത്മ സൈന്യവുമായി നിൽക്കും. സാത്താൻ അവന്റെ പിന്നിൽ ഒരു വലിയ സൈന്യമുണ്ട്. ഹല്ലേലൂയ. ആ സൈന്യമായി അവൻ ആകാശ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തിനെതിരെ പോരാടും. അതുകൊണ്ടാണ് സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 6:12 ഇങ്ങനെ പറഞ്ഞത് സ്തോത്രം,
ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മസേനയോടും. അല്ലേലൂയ. അത്രയെന്ന്. അപ്പൊ നിങ്ങൾക്കെതിരെ ആരാ ശത്രു എന്ന് പറയുന്നത്? സ്രാജനത്തിന്റെ ഫിലിസ്ത്യ സൈന്യം എഴുന്നേറ്റതുപോലെ, ഫിലിസ്ത്യ മല്ലൻ എഴുന്നേറ്റതുപോലെ നിങ്ങൾക്കെതിരെ ആരാണ് ശത്രു? വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിൽ ലോകാധിപതി ആകാശമുള്ള ദുഷ്ടാത്മസേനകൾ ഒന്നിച്ചെഴുന്നേറ്റ് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നു. പ്രൈസലോ. നാം ഇവിടെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ആത്മാവിൽ പോരാടുമ്പോൾ, അല്ലേലൂയ, രക്തം ചെയ്യും. ആത്മാവിൽ പോരാടുമ്പോൾ, ആത്മാവിൽ നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, ആത്മാവിൽ നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ, ആത്മാവിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുമ്പോൾ, ഈ ആകാശമുള്ള ദുഷ്ടാത്മശക്തികൾ നിന്റെ മുമ്പിൽ തവിടുപൊടിയായി മാറും, തരിപ്പണമായി മാറും. പ്രാർത്ഥനയുടെ ശക്തി അത്ര വലുതാ. അല്ലേലൂയ. നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആരാധനയുടെ, പ്രാർത്ഥനയുടെ, സ്തുതിയുടെ ശക്തി വലുതാ. നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മശക്തി വലുതാ. നിന്റെ ഉള്ളിൽ പകർന്ന അഭിഷേകം വലുതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലിവിടെ സ്തോത്രം. ഹല്ലേലൂയ. ശൗലിന്റെ അനുസരണക്കേട് മുഖാന്തരം ഒരു ശത്രു സൈന്യം എഴുന്നേറ്റെങ്കിൽ ദൈവമക്കളുടെ അനുസരണ നിമിത്തം ദൈവമക്കൾക്ക് നേരെ എഴുന്നേൽക്കുന്ന ശത്രു സൈന്യം തകർന്നു പോകും. ദാവീദിനെ പോലെ നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തിന് നിൽക്കുന്നെങ്കിൽ ആമേൻ, നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. ആത്മമണ്ഡലത്തിനെതിരെ പോരാടുന്ന പ്രവർത്തിക്കുന്ന ദുഷ്ടശത്രുക്കളെ തകർക്കുവാൻ കഴിയും. രക്തം ചെയ്യും. അല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവസന്നിധി നിൽക്കണം. അപ്പൊ ലോകം, ജഡം, പിശാച് എന്നിവയോട് നിങ്ങൾ യുദ്ധം ചെയ്തേ മതിയാവുള്ളൂ. ലോകം, ജഡം, അല്ലേലൂയ, പിശാച് എന്നിവയോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. നിന്റെ നന്മയ്ക്കും നിന്റെ അനുഗ്രഹത്തിനും നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനും നിന്റെ ശുശ്രൂഷയ്ക്കും വിരോധമായി ലോകം, ജഡം, പിശാച് ഒരുപോലെ എഴുന്നേൽക്കും. അല്ലേലൂയ. അതിനെ നീ തകർക്കണം, അതിനെ നീ ജയിക്കണം. അല്ലേലൂയ. അതിനെ നീ തകർത്ത് ജയിക്കുമ്പോൾ ആമേൻ, നിന്റെ ലക്ഷ്യത്തിലേക്ക് നിനക്ക് കുതിക്കുവാൻ കഴിയും. പ്രൈസലോ. പലർക്കും പരാജയം വരുന്നതിന്റെ കാരണം എന്താ? പലരും പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താ? ആത്മജീവിതത്തിലെ ഉയർന്നു വരുന്ന ലോകം, ജഡം, പിശാചിനെ ജയിക്കാൻ കഴിയാത്തതാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ആത്മജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ ഉത്തരവാദിത്തമാണ്. അനുസരണക്കേട് കാണിച്ച ശൗലിന് നേരെ, ഇസ്രായേലിന് നേരെ ആമേൻ ഫിലിസ്ത്യ സൈന്യം എഴുന്നേറ്റതുപോലെ നീ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവത്തോട് മറുതലിക്കുമ്പോൾ, ജീവിത വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, വചനം അനുസരിക്കാതെ വരുമ്പോൾ, വചനത്തിന് കീഴ്പ്പെടാതെ വരുമ്പോൾ, ദൈവസഭയ്ക്ക് കീഴ്പ്പെടാതെ വരുമ്പോൾ, ഉപദേശത്തെ അനുസരിക്കാതെ വരുമ്പോൾ, ആകാശമണ്ഡല ദുഷ്ടാത്മസേന പോലും സൈന്യം നിനക്ക് നേരെ എഴുന്നേറ്റ് നിന്നോട് പോരാടും. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അവിടെ നീ ജയിക്കണം കേട്ടോ. ഹല്ലേലൂയ. അതേസമയം നിങ്ങളുടെ വശത്ത് ജയവീരനായിരിക്കുന്ന യേശു ക്രിസ്തു ഗാംഭീര്യത്തോടെ നിൽക്കുന്നുവെന്ന ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം. ലോകം, ജഡം, പിശാച് നിങ്ങൾക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ, ഫിലിസ്ത്യ സൈന്യം പോലെ ശത്രു എഴുന്നേൽക്കുമ്പോൾ, ആകാശത്തിലെ ദുഷ്ടാത്മസേന പോലെ ഒരു സൈന്യം നിനക്കെതിരെ നിൽക്കുമ്പോൾ, ജയവീരനായിരിക്കുന്ന യേശു ഗാംഭീര്യത്തോടെ നിന്നോട് കൂടെ ഉണ്ട്. ആയിരക്കണക്കിന് ദൈവദൂതന്മാരും കിരുബുകളും സാറാബുകളും നിങ്ങളുടെ വശത്ത് നിൽക്കുന്നു. ആമേൻ. അവർ നമുക്ക് തുണയായി നിന്ന് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. ആമേൻ. നമുക്ക് പോരാട്ടത്തിനുള്ള ശക്തി തരുന്നു എന്ന് നീ തിരിച്ചറിയുമ്പോൾ നീ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോവുകയില്ല. ഹല്ലേലൂയ. പുതിയ നിയമസഭയുടെയും പറയട്ടെ, ജയവീരനായ ദൈവം വളരെ ഗാംഭീര്യത്തോടെ ആമേൻ, സ്തോത്രം, കെരൂബുകളും സാറാഫുകളുമായി, ഹല്ലേലൂയ, ദൈവദൂതന്മാരുമായി നിനക്ക് ചുറ്റുമുണ്ട്. ലോകം, ജഡം, പിശാച് നിനക്ക് നേരെ ഉയരുമ്പോൾ അതിനെ ജയിക്കുവാൻ വിടുന്ന ഗാംഭീര്യം ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ തളർന്നു പോകരുത്. നീ ആത്മജീവിതത്തിൽ ജയിക്കണം. ലോകം നിനക്ക് എതിരാണ്, ലോകക്കാർ നിനക്കെതിരാണ്, ബന്ധങ്ങൾ നിനക്കെതിരാണ്, സ്വന്തങ്ങൾ നിനക്കെതിരാണ്, നിന്റെ ചുറ്റുവട്ടത്തുള്ളവർ നിനക്കെതിരാണ്, നീ സ്നേഹിച്ചവരൊക്കെ നിനക്കെതിരായി നിൽക്കും. എല്ലാവരും നിനക്കെതിരെ വിരൽ ചൂണ്ടി നിന്റെ ആത്മീയത ചോദ്യം ചെയ്യും. ഹല്ലേലൂയ. അവിടെ നീ തകരാതെ നീ ഉറപ്പോടെ നിൽക്കണം. രക്തം ചെയ്യും.
അവിടെ നീ തകരാതെ ഉറപ്പോടെ നിന്നാൽ നിന്നിൽ ദൈവം നൽകിയിരിക്കുന്ന ദൗത്യത്തെ നിനക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരിക്കൽ മോശ ഇസ്രായേലിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ഫറവോനെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു പോകണ്ട. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ. അവർക്ക് ചെങ്കടലിൽ കടക്കണം. അവർ ചെങ്കടൽ കരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പിന്നിൽ നിന്നും ഫറവോനും സൈന്യവും കുതിരക്കുളമ്പടി നാദത്തോടെ വരുന്ന ആ ശബ്ദം അവരുടെ കാതുകളിൽ കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഭയപ്പെട്ടു. ഹല്ലേലൂയ. മോശയോട് ചോദിക്കുക, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവന്നത്? പക്ഷെ മോശ പറയുന്നൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 14 വായിക്കുന്നത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഫറവോന്റെ ശക്തി ഇസ്രായേലിനെ പിന്തുടർന്നതുപോലെ, ഇസ്രായേലിനെ തകർക്കും ഫിലിസ്തീൻ സൈന്യം എഴുന്നേറ്റതുപോലെ, പുതിയ നിയമസഭയെ തകർക്കുവാൻ വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിൽ ലോകാധിപതി ആകാശം ദുഷ്ടാത്മസേന എഴുന്നേൽക്കുമ്പോൾ, ലോകം ജഡം പിശാച് നിനക്കെതിരെ പോരാടുമ്പോൾ, ഹല്ലേലൂയ, അത് കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ജയഗാംഭീരനായിരിക്കുന്ന യേശു നിന്നോട് കൂടെയുള്ളതുകൊണ്ട് നീ തകരുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. രക്തം ചെയ്യും, അത് ജയം നിനക്ക് തന്നെ ഉള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 144 സങ്കീർത്തനം എഴുതിയപ്പോൾ ഭക്തനായിരിക്കുന്ന സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചു, എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിനെന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഇതും ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഫിലിസ്ത്യ മല്ലനോട് പോരാടി അവന്റെ തലവെട്ടിയെടുത്ത ദാവീദ്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. അവ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വില്ലുകളെയും അഭ്യസിപ്പിക്കുന്നുവെന്ന്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, 1-2 വാക്യങ്ങളിൽ 6 വിധമായ പേരുകൾ ദൈവത്തിന് നൽകിക്കൊണ്ട് യുദ്ധത്തിൽ തനിക്ക് ലഭിച്ച വിജയത്തിന്റെ മഹത്വമെല്ലാം സങ്കീർത്തനക്കാരൻ ദൈവത്തിന് കൊടുക്കുന്നതാണ് കാണുന്നത്. പ്രൈസോ. അതെ, നീ ഉറച്ചു നിന്ന് പോരാടണം. ദാവീദിനെ പോലെ നീ ഉറച്ചു നിൽക്കുമ്പോൾ യുദ്ധത്തിന്റെ കൈകളെയും പോരിന്റെ വിരലുകളെയും ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തെ കണ്ട് നീ ഭയപ്പെടരുത്. ശത്രു സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടരുത്. നിന്റെ ആത്മമണ്ഡലത്തിൽ തകർച്ച വരരുത്. അല്ലേരി അനുസരണക്കേടിലേക്ക് പോകാതെ വിശുദ്ധിയോടെ നിന്ന് കർത്താവിനെ സേവിക്കണം. അത് ഈ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയേണ്ടത്, ശൗലും അവരും ഇസ്രായേൽ ജനമൊക്കെയും 7-ാം താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന് ഇശായി തന്റെ മകനായിരിക്കുന്ന ദാവീദിനോട് പറഞ്ഞ് ദാവീദ് അത് കേട്ടു ചെല്ലുമ്പോൾ അവിടെ വലിയ പ്രതിസന്ധി. പക്ഷെ അതിനെ ധൈര്യപൂർവ്വം നേരിട്ടൊരു ദാവീദ് ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ജയിക്കണം. ആത്മമണ്ഡലത്തിൽ ജയിക്കണം. പരാജയപ്പെട്ടു പോകരുത്. നിന്നിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്തിരിപ്പാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ആരെങ്കിലും ആത്മജീവിതത്തിൽ തകർന്നിരിപ്പുണ്ടെങ്കിൽ, ശുശ്രൂഷയിൽ ജീവിതത്തിൽ തകർച്ച പ്രാപിച്ച് ശത്രുസൈന്യം ഒന്നടങ്കം നിനക്കെതിരെ പോരാടാൻ തോന്നുന്നുണ്ടെങ്കിൽ, ലോകം ജനം പിശാച് നിന്റെ ആത്മജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ആ ദൈവസന്നിധി ചേർന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിന്നെ വിജയത്തിലേക്ക് എത്തിക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനം, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ കർത്താവ് 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രസ്ഥലങ്ങളിൽ 140 കോടിയിലധികം വരുന്ന ജനങ്ങൾ, തലമുറ എണ്ണത്തിൽപ്പെടാത്തവരും 7 ഭൂഖണ്ഡങ്ങളിൽ 800 കോടി ജനത്തിനായി പ്രാർത്ഥനകൾ, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ,
ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിൽ ഭരിക്കുന്നവരെയും ദൈവങ്ങൾ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSF, CRP അടക്കമുള്ള ക്രമസമാധാന പാലരെ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന രഹസ്യാംശ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ഞാൻ ജുഡീഷ്യറിയുടെ വിവിധ വിഭാഗങ്ങളെയും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരെ, വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിലാടുകൾ, മത്സ്യത്തിനായി കടന്നുപോയിരിക്കുന്നവർ, കനികളിലും കമ്പനികളും ഫാക്ടറികളും ഒക്കെ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന വലുത് ചെറുതുമായി വ്യാപാരി വ്യവസായങ്ങളെ, എല്ലാ വഴിയോര കച്ചവടക്കാരെയും, സകലമേലും കർഷകരെ, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്തായി, യൂണിറ്റ് രംഗത്ത്, ആമയും വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി ഹല്ലേലൂയ, എല്ലാ കർത്താവ് ട്രാൻസ്പോർട്ട് സർവീസ് ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലമേലും പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ആമയും സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ആമി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവർ, ഹല്ലേലൂയ, ഭരണപ്രദേശ പാർട്ടികളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സുവിശേഷ വിരോധികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിപത അടിമപ്പെട്ട് കിടക്കുന്നവർ, ദേശരാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്നവർ, പീഡയിലൂടെ കടന്നു പോകുന്നവർ, നാട്ടിലേക്ക് കടന്നു കഴിയുന്ന ഭാരം അനുഭവിക്കുന്നു, വിസ നഷ്ടപ്പെട്ട വിസയുടെ കാലവധി കഴിഞ്ഞവർ, പുതുക്കി കിട്ടാൻ താമസം ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ വിദേശത്ത് മദ്യത്തിനുമായി അടിമപ്പെട്ടു പോയവർ, വിദേശരാജ്യ പീഡനമനുഭവിക്കേണ്ട സഹോദരങ്ങളെ എല്ലാം നിങ്ങൾ ഓർക്കുന്നു. സുവിശേഷ കഷ്ടം സഹിക്കുന്നവർക്കായി ജയിലുകളിൽ കിടക്കുന്നവരെ ഓർക്കുന്ന കർത്താവി, ദൈവയുടെ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും വാർത്തത്തിനും വൃത്തിനും അശന യാച്ച ഓപ്പണേജിൽ തലമുറയിൽ തലമുറയിൽ കിടക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകലജനത്തിനും ദൈവ സാന്നിധ്യം വഹിക്കണമേ. കർത്താവ് ജനം നഷ്ടപ്പെട്ടു പോകാതെ ദിവസങ്ങൾ ഫെലിസ്ത്യ മല്ലന്മാരെ പോലെ, ഫെലിസ്ത്യ സൈന്യത്തെ പോലെ ഒരു കൂട്ടം ജനം ദൈവജനത്തിനെതിരെ ആത്മമണ്ഡലത്തെ പോരാടുമ്പോൾ അതിന്റെ ജയിപ്പാനുള്ള കൃപയും ജനത്തിനെ കൊടുക്കണം. ജനം പാപം വിട്ട് മടങ്ങി വന്ന് ശൗലിനെ പോലെ അനുസരണക്കേട് കാണിക്കാതെ ദാവീദിനെ പോലെ അനുസരണമുള്ളായ ദൈവത്തിൽ ആശ്രയിക്കുന്ന തലമുറയെ ഈ നാളുകളിൽ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. സഭയ്ക്കെതിരെ, ദൈവമക്കെതിരെ, ക്രൈസ്തവ സമൂഹത്തിന് എഴുതേക്കുന്ന പാതാള ഗോപുരങ്ങളെ ദൈവം നീക്കി കർത്താവ് ദൈവജനത്തിന് വിജയം കൊടുക്കുന്നതിനായി, ജയഗാംഭീരനായിരിക്കുന്ന യേശുവിന്റെ സാന്നിധ്യ ദൈവങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.